നല്ല കൃഷ്ണഗിരി ചിന്താമണി ബ്രീഡ് പൈക്കൾ നമ്മുടെ കേരളത്തിൽ പാലക്കാട് കുറഞ്ഞ വിലയിൽ നമ്മൾ എടുത്തു കൊടുക്കും. നമ്മൾ ആരെ എടുത്തു കൊടുക്കുന്നതിനേക്കാളും നമ്മൾ 5000 രൂപ കമ്മിയായിട്ട് എടുത്തു കൊടുക്കും. HF ക്രോസ് ആണ്, എന്റെ തോൾപ്പൊക്കമുണ്ട്, കടിഞ്ഞൂലാണ്. പ്രസവിക്കാൻ ഇനി 15 ദിവസം സമയമുണ്ട്. ലാബ് ഉണ്ടാക്കണം, ബ്രീഡ് പൈക്കൾ എടുക്കണം. അല്ല സാധാരണ എടുക്കുമ്പോ നമ്മളൊരു 3 മാസം 4 മാസം കറവ കഴിഞ്ഞാൽ അത് കറവ പറ്റിപ്പോകും. ഇവര് പറഞ്ഞ ഒരു 8 മാസം 9 മാസം ഒക്കെ നീണ്ട കറക്കം. അപ്പൊ നല്ല ടോപ്പ് ക്വാളിറ്റി ചിന്താമണി പശുക്കൾ, നല്ല ബ്രീഡ് പശുക്കളുടെ ഒരു കളക്ഷനുമായിട്ടാണ് നമ്മുടെ സന്തോഷമായിട്ട് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. സന്തോഷേട്ടാ, നല്ല കിടുക്കാച്ചി പശുക്കളാണല്ലോ. നല്ല ചിന്താമണി നല്ല ഹൈബ്രിഡ് പൈക്കള് നമ്മള് കേരളത്തില് നമ്മൾ ആരെ എടുത്തു കൊടുക്കുന്നതിനേക്കാളും നമ്മൾ 5000 രൂപ കമ്മിയായിട്ട് എടുത്തു കൊടുക്കും. അതായത് നല്ല ടോപ്പ് ക്വാളിറ്റി പശുക്കൾ 5000 രൂപ ആരെ എടുത്തു കൊടുക്കുന്നതിനേക്കാളും 5000 രൂപ കമ്മിയൊക്കെ എടുത്തു കൊടുക്കും. അത് നല്ല കിണ്ണം കാച്ച പശുക്കളാണല്ലോ. ഇതെങ്ങനെയാ? ഇത് കടിഞ്ഞൂലാണ്. കടിഞ്ഞൂലിന് 20-22 കറക്കണ പൈ, അതായത് 25 കപ്പാസിറ്റി പറയണത്. ഒരു 22 കിട്ടും. കാരണം കൃഷ്ണഗിരി പൈക്കള് ചിന്താമണി പൈക്കള് പറഞ്ഞാൽ 20 മേലെ കറക്കണ പൈക്കളാണ്. അതായത് മിനിമം നമ്മൾ 20 ആ നിലക്കുള്ള പശു. ഇത് കടിഞ്ഞൂലെന്നല്ലേ പറഞ്ഞു? ഇത് കടിഞ്ഞൂലാണ്. കടിഞ്ഞൂലിന് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളു, നല്ല ഹൈറ്റും വെയിറ്റും നല്ല പൊക്കം പോലെ ഉള്ള പശുക്കളാണ്. പിന്നെ മടി സെറ്റ് കാര്യങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട് അത്യാവശ്യം. ഇതിപ്പോ കണ്ടാ ശരിക്കും ഒരു രണ്ടാമത്തെ പ്രസവം എന്ന് പറയുള്ളൂ. 4 വലിയ പ്രായമുള്ളൂ. 4 വലിയ പ്രായം. ചനയാണ്. പ്രസവിക്കാൻ ഇനി ഒരു 15 ദിവസം എടുക്കും. 15 ദിവസം എടുക്കും. അത് മാത്രമല്ലതേ ഇതിന്റെ ഒരു ഹൈറ്റ് കണ്ടില്ലത് നമ്മുടെ സന്തോഷത്തിന് അപ്പുറത്ത് നിന്ന് അത് കാണാൻ പറ്റുന്നില്ല. ആ നിലയ്ക്കാണ് കന്നിയില തന്നെ ഇത് കടിഞ്ഞില്ല. അതെ അതാണ് അതിന്റെ ഒരു മടി സെറ്റ് കണ്ടോ. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു വില ഭാഗം എങ്ങനെ ആയിരിക്കും ചേട്ടാ? ഇതൊക്കെ ഇത് വില ചോദിക്കാൻ ചോദ്യ വിലയൊക്കെ 1.20 നിങ്ങൾക്ക് പറയും. എന്തായാലും ഉറുപ്പിന് മേലെ 1.10 ആ റേഞ്ചൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തീർച്ചയായും ആരും എടുത്തു കൊടുക്കുന്നതിനേക്കാളും ഞാൻ 5000 രൂപ കമ്മിയൊക്കെ എടുത്തു കൊടുക്കും. ഓക്കെ, ഇവളുടെ കാര്യം ഇത് രണ്ടാമത്തെ പ്രസവമാണ്. ഇതൊരു കുറച്ചുകൂടെ ഒതുങ്ങിയൊരു പശുവാണ്. വീട്ടുകാർക്കും സ്ത്രീകൾക്കൊക്കെ കയ്യാനും ഓവർ സൈസ് അല്ല എങ്കിലും കുഴപ്പമില്ല. നല്ല മടി കാര്യങ്ങളൊക്കെ ബ്രീഡും ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതും ഒരു 20 നമുക്ക് ഉറപ്പിക്കുക പറയാലോ. 20 കറന്നാണ്. 20 ഫസ്റ്റില്. അപ്പൊ 20 ലിറ്റർ കറന്നതാണ്. ഇത് ചോദ്യ വില വന്നിട്ട് ഒരു 90-95 ഒക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളൊരു 80 ചിലപ്പോ 10,000-2000 അങ്ങോട്ടൊക്കെ ചെറിയൊരു മാറ്റം വരും. അപ്പൊ ആ റേഞ്ച് നമുക്ക് എടുത്തു കൊടുക്കാം. തീർച്ചയായിട്ടും. നമുക്ക് ബ്രീഡ് പശുക്കൾ എന്ന് പറയുമ്പോൾ എത്ര രൂപ സ്റ്റാർട്ടിങ്? ബ്രീഡ് പൈക്കൾ പറയുമ്പോ ഒരു 75 മേലെ. 75 മേലെ നമുക്ക് അങ്ങനെ നോക്കിയാൽ മതി. നല്ല ഹൈബ്രിഡ് വലിയ ഇതുപോലെ മോഴ പൈക്കളൊക്കെ ഉറുപ്പിന് മേലെ കൊടുക്കേണ്ടി കൊടുക്കും. സ്റ്റാർട്ടിങ് പറയുമ്പോൾ 75 ആണ്. അതെ. നമ്മൾ സാധാരണ ചേട്ടൻ എടുത്തു കൊടുക്കുന്ന പശുക്കളുടെ ഒരു റേറ്റ് ആണ്? ചെറിയ പൈക്കളൊക്കെ ഒരു 55 മേലേക്ക്. പാല് ഒരു 12 to 15. അതാണ് അതിന്റെ ഒരു വകുപ്പ്. ജേഴ്സിയാണ്. ബ്രീഡ് അത്രക്ക് ഉണ്ടാവില്ല. അപ്പൊ ആ രീതിക്കുള്ള പശുക്കൾ നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യക്കാർ എന്താണ് ചോദിക്കുന്നത് നമ്മൾ എടുത്തു കൊടുക്കാം. സ്കീമിന് വരുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്, 55-60 ആ റേഞ്ച് ചോദിക്കാറുണ്ട്. അത് നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു 55 മേലെയുള്ള പൈക്കള് പറഞ്ഞില്ലേ, നല്ല സുന്ദരിയായ നല്ലൊരു ജേഴ്സി പശുവാണ്. നല്ല കാണാൻ നല്ല ചന്തമുള്ള ജേഴ്സി. പ്യൂർ ജേഴ്സിയാണ്. നല്ല രസമുള്ളൊരു ജേഴ്സിയാണ്. നമുക്ക് എത്രാമത്തെ പ്രസവം ഇത് ഇനി പ്രസവിക്കാൻ പോണത് മൂന്നാമത്തെയാണ്. നല്ല മടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മടി. അത്യാവശ്യം ജേഴ്സിയിൽ നല്ല പ്രതീക്ഷിക്കാവുന്ന പാല് കിട്ടും. പിന്നെ നമ്മളൊരു 16 to 18 പ്രതീക്ഷ. ഒരു 16 കൂട്ടിയാമോ? ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പ്രസവമാണ്. പുല്ല് കണ്ടത് നമ്മുടെ എല്ലാ കാലവും നമ്മുടെ കാലാവസ്ഥക്ക് ഏത് കാലാവസ്ഥക്ക് യോജിച്ചു പോണ പശുക്കളാണ്. അസുഖങ്ങൾ ഉണ്ടാവില്ല. അതെ. നമുക്കിത് എങ്ങനെയാ ചോദിക്കുന്നത് ചേട്ടാ? ഇത് അവര് ചോദ്യ വില 70-75 എന്നൊക്കെ പറയും. നമ്മളൊരു 60-62 ചിലപ്പോ ഒരു 1000-2000 കമ്മിയാവും കൂടാവും. ആ 60 മേലെ അങ്ങനെ കൊടുക്കേണ്ടി വരും. ചിലപ്പോ കിട്ടിയെന്നിരിക്കും. ചിലപ്പോ 58 കിട്ടും. നമ്മ പാർക്കിംഗ് ചെയ്ത് വാങ്ങിക്കൊടുക്കും. നല്ല കിണ്ണം കാച്ചൊരു പശു. ഇതൊരു HF ക്രോസ് ആണ്. എന്റെ തോൾപ്പൊക്കമുണ്ട്. നല്ല ബ്രീഡ് നല്ല ബോഡി വെയിറ്റ് ആണ്. നല്ല ഇണക്കുള്ളതാ. നല്ല വലിപ്പത്തിലുള്ള ഒരു പശു. നല്ല ആരോഗ്യമുള്ള പശുവാണ്. രണ്ടാമത്തെ പ്രസവമാണ്. അതെ, അത്യാവശ്യം മടി സെറ്റ് കാര്യങ്ങളുണ്ടല്ലോ. നല്ല മടിയുണ്ട്. അത്യാവശ്യം പ്രതീക്ഷിക്കാം അല്ലെ? പാൽ അത്യാവശ്യമല്ല. ഒരു കഴിഞ്ഞ പ്രസവത്തിൽ 19-20 അങ്ങനെ കറന്നാണ്. 20 കൊഴുത്ത പാലാണ്. നല്ല ബോഡി വെയിറ്റ്, നല്ല അസുഖങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഹെവി പശു. ഓക്കെ, നമുക്ക് ഇവിടെ എങ്ങനെയാ ചോദിക്കുന്നത്? ഇത് ചോദ്യ വിലയൊക്കെ 95-90 എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ 80 മേലെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. 80 മേലെ നമ്മൾ കൊടുക്കേണ്ടി വരും. അതിനുള്ള മുതലുണ്ട്. ഓക്കെ, അപ്പൊ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും. ഓക്കെ, ഇത് കാര്യമംഗലത്ത് കൊണ്ടുവന്ന കുട്ടിയാണ്. കടിഞ്ഞൂലാണ്. അപ്പൊ ഇനി അത്യാവശ്യം ഡേറ്റ് ഉണ്ടല്ലോ. നല്ല ബോഡി വെയിറ്റ് ഉണ്ട്. നല്ല ബ്രീഡും ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡ് തന്നെയാണ്. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട്? ഇത് 1 മാസം 10 ദിവസം ഉണ്ട് പ്രസവിക്കാൻ. 1 മാസം 10 ദിവസം ഉണ്ട്. ചിലപ്പോ 2 ദിവസം കൊണ്ടൊക്കെ ചെറിയ മാറ്റം വരും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതെടുക്ക് ഈ രീതിയിലുള്ള പശുക്കളെ നോക്കുന്ന ആൾക്കാരുണ്ട്.
ഒരു മാസം കൊണ്ട് നിർത്തി നമ്മൾ നമ്മുടെ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ ചോദിച്ചു പോകേണ്ട ഒരു അങ്ങനത്തെ ആൾക്കാരും ചോദിക്കാറുണ്ട് അവർക്ക് പറ്റിയ പശുവാണ്. ഇതെങ്ങനെയാ ചോദിക്കുന്നത്? ഇത് ചോദ്യ വിലയൊക്കെ ഒരു 85-90 എന്നൊക്കെ പറയും. നമ്മളൊരു 70 മേലേക്ക് കൊടുക്കേണ്ടി വരും. ചിലപ്പോ 65-6 കിട്ടും, 2-3 അങ്ങനെ ചെറിയ വ്യത്യാസം വരും. നമുക്കൊരു പാലൊരു 18-20 കിട്ടത്തില്ലേ? 20 പറയാന്ന് മാത്രമേ ഉള്ളൂ. ഒരു 16-18 ഉറപ്പിക്കാം. 20 കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം. അത്ര കടിഞ്ഞൂലല്ലേ, നമുക്ക് കൃത്യമായിട്ട് പറയാൻ. നല്ല ബ്രീഡ് കുട്ടിയാണ്, നല്ല ക്വാളിറ്റി. അപ്പൊ താടാ ഇതേപോലത്തെ നല്ല അടിപൊളി ടോപ്പ് പശുക്കളെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കാണുന്നവരെ